കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ലച്ചുട്ടി ഫാമിലി എന്ന ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂട്, നിൽക്കാൻ പറ്റാത്തത്ര ചൂട്. അപ്പോൾ ഞാൻ ഇന്നൊരു വേറൊരാൾ ചെയ്തൊരു ടിപ്പ് കണ്ട് ചെയ്ത് നോക്കിയതാട്ടോ, ട്രൈ ചെയ്ത് നോക്കിയതാണ്. ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തു. എന്താണെന്നല്ലേ, നമ്മളൊരു പാത്രത്തിൽ, ഒരു പാത്രമല്ല കുറേ പാത്രത്തിൽ നമുക്ക് വെള്ളം നിറച്ച് ഫ്രീസറിൻ്റെ അകത്ത് വെച്ച് നമുക്കത് ഐസ് കട്ടയാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ വയ്ക്കാം. ഒരു പാത്രം എന്തായാലും ഫാനിൻ്റെ നേരെ ചുവട്ടിൽ തന്നെ നമ്മൾ വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഫാനിൻ്റെ കാറ്റ് കൊള്ളുമ്പോൾ അതിൽ നിന്നുള്ള തണുപ്പ് റൂം നിറയെ ചെറിയ കൂളിംഗ് ആയിട്ട് മാറും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഞാൻ മറ്റൊരാൾ പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സത്യമാണ്. കാരണം നമുക്ക് ആ ചൂടിൽ നിന്നുള്ള ചെറിയൊരു ആശ്വാസം. കാരണം ഇപ്പോൾ നമ്മൾ ഫാൻ ഇട്ടാൽ പോലും ചൂട് കാറ്റാണല്ലോ വരുന്നത്. പക്ഷേ ഇത് നല്ലൊരു കൂളിംഗ് ഉണ്ട്. ഇപ്പോൾ ഉച്ച സമയമാണ്. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ഉറങ്ങണം തോന്നി. അപ്പോൾ ഒരു 10 മിനിറ്റ് കിടക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നപ്പോൾ പൊള്ളുന്ന ചൂടാണ്. അപ്പോൾ ഞാൻ എന്താക്കി, 2 ദിവസമായിട്ട് ഈ ഒരു പരിപാടി തന്നെ ചെയ്തു കൊടുക്കുന്നു. കാണണ്ടേ എന്താണ് എന്ന്. ഇതാണ് സംഭവം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം രാവിലെ ഫ്രീസറിനകത്ത് വെച്ചാണ് ഇപ്പോഴെടുത്ത് കൊണ്ടുവന്നത്. കാരണം കിടക്കുന്ന സ്ഥലത്ത് ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര ചൂട്. അപ്പോൾ ഞാൻ കിടക്കാമെന്ന് വിചാരിച്ച് ഇവിടെ കൊണ്ടുവന്ന് കസേരയുടെ മുകളിൽ വെച്ചു. അത് നമ്മൾ വെക്കുന്നത് ഫാനിൻ്റെ തൊട്ട് താഴെ തന്നെയായിരിക്കും നമ്മൾ കിടക്കുന്നതിൻ്റെ അടുത്ത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഫാനിൻ്റെ കാറ്റും ഇതിൽ നിന്ന് വരുന്ന തണുപ്പും കൂടി നമ്മുടെ റൂം ചെറുതായിട്ടൊന്ന് കൂളിംഗ് ആയിട്ട് നിൽക്കും. അപ്പം ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. കാരണം അത്രയ്ക്കും അസഹനീയമായ ചൂടാണ്, നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ, ആ ചൂടിൽ നിന്ന് ചെറിയൊരു ആശ്വാസം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഉറങ്ങാമെന്ന് വിചാരിച്ചു വന്നാണ്. അപ്പോൾ ഞാൻ അതും ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഫാനിൻ്റെ തൊട്ട് താഴെ ഇതാ ഫാനുണ്ടോ, ഫാനിൻ്റെ തൊട്ട് താഴെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഞാൻ കിടക്കുന്ന ബെഡിനോട് ചേർന്നിട്ട് നല്ലൊരു കൂളിങ് പറഞ്ഞാൽ നല്ലൊരു കൂളിങ്ങാണ് കിട്ടുന്നത്. ഇതേപോലെ നമുക്ക് റൂം നിറച്ചും പാത്രത്തിൽ ഐസാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ കൂളിങ് കിട്ടും. അതിന് ശേഷം ഞാൻ ഫാൻ ഓണാക്കി ഈ ഒരു പാത്രത്തിൽ വെള്ളവും ഇങ്ങനെ കൊണ്ടുവന്ന് ഐസ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. അപ്പം നമ്മൾ 2-3 പാത്രങ്ങളിലാക്കിയിട്ട് നമ്മൾ റൂമിലൂടെയൊക്കെ വെക്കുക. ഓക്കെ. ഇപ്പം ഒരു ഉറക്ക് കഴിഞ്ഞു. കാരണം നല്ലൊരു സുഖമുണ്ട്, നല്ലൊരു സുഖത്തോടു കൂടിയുള്ള ഒരു കിടത്തമാണ് കിട്ടിയത്. ഓക്കെ, ബൈ ബൈ.